നമുക്ക് ഇന്നൊരു അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കാത്ത. അതിന് നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കണ ചിക്കൻ വാങ്ങിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഉപ്പ്, ഇത്തിരി തൈരും മാഗി ക്യൂബും ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തിരുമ്മി മാഗ്നേറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് ടൈം അവിടെ വെക്കണം. എന്നിട്ട് നമ്മൾ കുക്കറിലാണ് ചിക്കൻ ആദ്യം വേവിക്കുന്നത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി അതൊന്ന് ഒരു 15 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് കുക്കറിലിട്ട് വെച്ചിട്ട് നന്നായി ഒരു വിസൽ കേൾക്കുമ്പോഴേക്കും അത് ഓഫ് ചെയ്തിട്ട് ആ ചിക്കൻ മാറ്റി വേറെ വെക്കണം, സ്റ്റോക്ക് വേറെ മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് റൈസിനുള്ള പരിപാടികൾ ചെയ്യാം. ഇത്തിരി നെയ്യും എണ്ണയും വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചിട്ട് സവാളയും പൊടിക്കാത്ത മസാലകൾ, ആ മസാലകളൊന്നും ഞാൻ ചെറിയതായിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് പച്ചമുളകും ഒന്ന് വരഞ്ഞ് അതും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റാം. ഒന്ന് വഴണ്ടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾക്ക് അരച്ച് ചേർക്കണം തക്കാളി പേസ്റ്റ് അതും ചേർത്തിട്ട് ഈ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റണം. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഒരു മാജിക് ക്യൂബിൻ്റെ ഒരു പാക്കറ്റ് കൂടി നമുക്കിതിനകത്തോട്ട് പൊട്ടിച്ചിടാം. ഈ മാജിക് ക്യൂബിന് ഉപ്പുള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിടണം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് വേണം അഡീഷണൽ ചേർക്കാനുള്ള ഉപ്പൊക്കെ ചേർക്കാൻ. ഈ മാജിക് ക്യൂബിന് ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ ഞാൻ 1 കിലോ റൈസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു പാത്രം അരിയാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു പാത്രം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയായിട്ട് ഈ ഒരു പാത്രം 2 പാത്രം വെള്ളം. അപ്പം ഈ ഒരു റൈസ് വേകാൻ വെള്ളം ആവശ്യമുണ്ടാവും. അപ്പം നമ്മൾക്ക് ആ ചിക്കൻ വെന്ത് മാറ്റി വെച്ചേക്കുന്നതിനകത്തോട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഈ അരിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ തക്കാളി വാടിക്കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രം സാധാരണ നോർമൽ വെള്ളവും ഒരു പാത്രം ചിക്കൻ സ്റ്റോക്കും നമ്മൾ വേവിച്ച വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പും ചേർത്തിട്ട് പുരട്ടി അവിടെ അടച്ച് മൂടി വെച്ചേക്കണം. അപ്പോൾ നമ്മളുടെ ഇപ്പുറത്ത് വെള്ളം തിളച്ച് റൈസിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം അരി ഒരു ടൈമിൽ നമ്മൾക്ക് ചേർക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ക്യാരറ്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അഡീഷണലായിട്ട് ഞാൻ ചേർക്കുന്നത് അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അത് മൂടിയിരിക്കട്ടെ. അപ്പോൾ വറക്കണം തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഇത്തിരി കളറ് ചേർക്കുന്നുണ്ട് നിറത്തിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊന്നും വറക്കണ്ട, നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്തേക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മളുടെ റൈസൊക്കെ കണ്ട അടിപൊളിയായിട്ട് ഒപ്പം വെന്ത് സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ചിക്കനൊക്കെ അതിനകത്തോട്ട് എല്ലാ ചോറിൻ്റെ അടിയിലോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് സ്മോക്ക് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ സ്മോക്ക് ചെയ്യുമ്പോഴാണ് അടിപൊളി കറക്റ്റ് ആ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്മോക്ക് ചെയ്യണം. അപ്പോൾ സ്മോക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടിപൊളി ചിക്കൻ മന്തി റെഡിയാണ്. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ മന്തിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ഓക്കെ, ബൈ.